രൂപങ്ങൾ ഇതാ വരുന്നു. തിരുവമ്പാടിയുടെ നന്ദികേശൻ നിറഞ്ഞു നിൽക്കുന്ന കുടയുമായാണ്, അതിമനോഹര കുടയുമായാണ്. നടുക്കിത പരമശിവനെ സാക്ഷ്യപ്പെടുത്തുന്ന മഹാശിവലിംഗം, നടുക്ക് മഹാശിവലിംഗം, ഇരുഭാഗങ്ങളിലും ശിവന്റെ അരുമദൂതൻ, അരുമശിഷ്യൻ നന്ദികേശനത നിറഞ്ഞു നിൽക്കുന്നു. നന്ദിയോട് എന്തും പറഞ്ഞിട്ട് ശിവനോട് പ്രാർത്ഥിക്കാവൂ എന്ന് പറയും. ഇരട്ടക്കുട ചൂടിയാണ് മറുപടി. ഇരട്ടക്കുടയിലെ നിറച്ചാർത്ത് നൽകിക്കൊണ്ട് ഇതാ മറുപടിയുണ്ട്. ഇരട്ടക്കുടയിലെ നിറച്ചാർത്ത് മഞ്ഞയും പച്ചയും ചുവപ്പും എല്ലാം ചേർന്ന് വെള്ളി അലുക്കുകളിട്ട ഇരട്ടക്കുടയുമായിട്ടാണ് ഈ പരമേശ്വരനുള്ള മറുപടി ഇപ്പോൾ നൽകുന്നത്, തിരുവമ്പാടിക്കുള്ള മറുപടി നൽകുന്നത്. ഈ നന്ദികേശനൊക്കെ അപ്പുറത്ത് ആ ഹിമാലയത്തിൻ്റെ മറ്റൊരു കൈലാസനാഥനെ ഞങ്ങൾക്ക് മുന്നിൽ വയ്ക്കുമ്പോൾ ഇതാ ഇരട്ടക്കുടയുണ്ട്. കൈലാസനാഥനും ചൂടട്ടെ. ഋഷഭന്റെ മുറത്ത് കൈലാസനാഥൻ വരുമ്പോൾ, നന്ദികേശൻ കടന്നു വരുമ്പോൾ വടക്കനാഥന് ഋഷഭന്റെ പ്രത്യേക പ്രതിഷ്ഠയുണ്ട്. അത്തരത്തിലുള്ള മറ്റ് ചില ഐതിഹ്യങ്ങളും കൂടി ഈ വടക്കനാഥനിലുണ്ട്. അതിന് മറുപടി, ഈ ശിവലിംഗത്തിനുള്ള മറുപടി ഇതാ ഞങ്ങളുടെ ഇരട്ടക്കുട. ഒരുപാട് കുടമാറ്റത്തിന്റെ നേരമാണ് മക്കളെ. ഇതാ കണ്ടോളൂ, നിറങ്ങൾ കണ്ടോളൂ, ഇരട്ടക്കുടയിലെ നിറങ്ങൾ കണ്ടോളൂ. ഇരട്ടയപ്പന് കൂടിയുള്ള മറുപടിയാണ്. ആ വിധത്തിലാണ് ഇപ്പോൾ പാറമേക്കാവ് മറുപടി പറഞ്ഞിരിക്കുന്നത്. ഇനി ഏത് അത് കാത്തിരിക്കുന്ന നിമിഷമാണ്. ആ നിമിഷാർദ്ധത്തിൽ അടുത്ത കുട കയറുക തന്നെ ചെയ്യും. പക്ഷേ ഇപ്പോൾ ഈ നന്ദികേശന് മറുപടിയായി ഇരട്ടക്കുടകൾ നിൽക്കുന്നു. അടുത്ത കുട ഇറങ്ങുകയാണ്. നന്ദികേശൻ താഴെ ഇറങ്ങുന്നു. അടുത്ത കുട വരുന്നു. നന്ദികേശന്റെ രൂപത്തിൽ നിന്ന് ഇനി വരുന്ന കുടകൾ തിരുവമ്പാടിയിൽ നിന്ന് അതാ വർണ്ണക്കുടകളിലേക്ക് വീണ്ടും മടങ്ങി. ഇതിങ്ങനെ ഒരു മിക്സ് ചെയ്തു പോകുന്ന, കൗതുകം നിറയ്ക്കുന്നു, വീണ്ടും പഴമയിലേക്ക് വരുന്നു, വീണ്ടും പുതുമയിലേക്ക് വരുന്നു, അത്ഭുതങ്ങളിലേക്ക് വരുന്നു. ഒറ്റ നീലക്കുടത്ത് തിരുവമ്പാടി ചന്ദ്രശേഖരന് ഒരു നീലക്കുടയുണ്ട്. മറുവശത്ത് ഓറഞ്ച് നിറത്തിലുള്ള കുടകൾ ഇതാ ഞങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കുന്നു. വീണ്ടും ആ കുടകളുടെ കോമ്പിനേഷൻ നോക്കൂ. ആ പഴമയുടെ ആ നിറങ്ങൾ അപ്പാടെ കോരിച്ചൊരിയുന്ന തെക്കേ ഗോപുരത്തിന് മുന്നിൽ ആ നീലക്കുടയ്ക്ക് 7 ആനകളും ചന്ദ്രശേഖരന്റെ ഇരുവശത്തും അണിനിരുന്ന് പുതിയ കുടകളെത്തുന്നു. പാറമേക്കാവ് മാറ്റിയിരിക്കുന്നു. ഇരട്ടക്കുടകൾ മാറ്റി പുതിയ വെള്ളിയലുക്കിട്ട അതിൽ നല്ല വയലറ്റ് പൊട്ടുകളുള്ള ആ കുടകൾ നൽകിക്കൊണ്ട് ഇതാ പുതിയ കുടകൾ, പുതിയ രൂപങ്ങൾ പാറമേക്കാവ് മുന്നോട്ട് വയ്ക്കുന്നു. നിറച്ചാർത്തിന്റെ ഓരോ നിമിഷവും ഇതാ ഞങ്ങൾക്കൊരു നിറമുണ്ട്, പകരം എന്തുണ്ട് എന്ന് ചോദിക്കും മുമ്പേ പകരത്തിലുള്ള നിറം വന്നു കഴിഞ്ഞു. അടുത്ത കുട തിരുവമ്പാടി എന്തുയർത്തുമെന്ന ആകാംക്ഷയാണ്. നമ്മൾ 2 രൂപങ്ങളാണ് ഇതുവരെ കണ്ടത്. രണ്ടിലും ശിവസാന്നിധ്യമാണ് നിറഞ്ഞു നിൽക്കുന്നത്. വടക്കുന്നാഥന് മുന്നിലായതുകൊണ്ട് വടക്കുന്നാഥനെ, പരമേശ്വരനെ ആദ്യം കാണിച്ചിട്ടല്ലേ മറ്റ് കൗതുകങ്ങളിലേക്ക് പോകാവൂ. അപ്പോൾ പരമേശ്വരന്റെ കാഴ്ചകൾ കണ്ടു. തിരുവമ്പാടി ഇതാ ഉയർത്തുന്നു. വീണ്ടും പച്ചക്കുടകൾ ഉയർത്തിയാണ് തിരുവമ്പാടി. പച്ചയിൽ അതിമനോഹരമായ ഡിസൈനുകൾ ചേർത്തിണക്കിക്കൊണ്ട് പച്ചക്കുടകൾ ഉയർത്തി തിരുവമ്പാടിയുടെ കുടമാറ്റ കാഴ്ചകൾ തുടരുമ്പോൾ ഇനി പാറമേക്കാവും വീണ്ടും വർണ്ണക്കുടകളിലേക്ക് അതിമനോഹരമായ മാരിവില്ലഴക് കടന്നു പോകുന്ന ഓരോ രശ്മിയും ഒരു സ്ഫടികപ്രസത്തിലൂടെ കടന്നുപോയാൽ ഏതൊക്കെ നിറങ്ങൾ നൽകും. ആ മഴവില്ലഴക് ഇതാ ഈ കുടകളിലൂടെ നിങ്ങളുടെ കണ്ണുകളിലേക്ക് കടന്നെത്തുന്ന രശ്മികളിൽ ഇത്രയും നിറങ്ങളുണ്ട്. വീണ്ടും തിരുവമ്പാടിയുടെ കുടകൾ മാറുന്നു. വേഗം കൂടിത്തുടങ്ങി. കുടകളുടെ വേഗം, കുടമാറ്റത്തിന്റെ വേഗം ഉയർന്നു തുടങ്ങി. ഇനി ഒരു ദൃശ്യം നിങ്ങൾക്ക് മുന്നിലേക്ക് വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉണ്ടാവൂ. പച്ചയും മഞ്ഞയും ചേർന്ന പുതിയ ഒരു നിറച്ചാർത്ത് തിരുവമ്പാടി ഒരുക്കുമ്പോൾ ഈ അടിസ്ഥാന നിറങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് അതിനെ എത്രത്തോളം മോഡിഫൈ ചെയ്യാം എന്ന വിധത്തിൽ നൽകുമ്പോൾ അത് പുതിയ നിറങ്ങളുടെ കൂടി കൈമാറ്റമാവുന്നുണ്ട്. പുതിയ നിറങ്ങളുടെ മുന്നോട്ട് വച്ചുള്ള ഒരു ചതുരംഗമാണിത്. ഓരോ നീക്കവും ഇതാ എൻ്റെ കുട, ഇതാ ഈ വർണ്ണക്കുടയാണ്, ഈ മഴവില്ലഴകാണ്. ഇതാ ഞങ്ങൾക്ക് മറുപടിയുണ്ട്. ഈ പച്ചക്കുടകൾ, അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നോക്കൂ ഈ കാഴ്ച. ഈ ജനസഞ്ചയം അത്രയും ആ തെക്കേ ഗോപുര നടക്ക് മുഖം തിരിഞ്ഞു നിന്ന് മാറ്റുമ്പോൾ ഒരിക്കൽ കൂടി കുടമാറ്റുകയാണ്. തിരുവമ്പാടിയുടെ കുടകൾ മാറുന്നു. ഓറഞ്ച് നിറമുള്ള നിറമുള്ള വളരെ ലളിതമായ കുടയാണ്. പക്ഷേ അത് നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു തിരുവമ്പാടി ഇപ്പോൾ ഈ തെക്കേ ഗോപുരനടയുടെ തീമിനോടുകൂടി ചേർന്ന് നിൽക്കുന്ന കളറുകളാണ് ആദ്യഘട്ടത്തിൽ പ്രയോഗിക്കുന്നത്. അത്തരം കുടകൾ ഉയർത്താനാണ് തിരുവമ്പാടി ശ്രമിക്കുന്നത്.